വിജയുടെ നമസ്കാരം. പാകിസ്ഥാനിൽ ദുരൂഹമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ തിരോധാനം തുടരുകയാണ്. നമുക്കറിയാം, നമ്മുടെ CAA NRC ഒക്കെ കൊണ്ടുവന്നപ്പോൾ പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കളായിക്കൊള്ളട്ടെ, സിഖുകാരായിക്കൊള്ളട്ടെ, ജൈനന്മാരായിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും വാദിച്ചത് ഇല്ല, പാകിസ്ഥാനിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഒന്നും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനിൽ ദുരൂഹമായി തുടരുന്ന ഈ ന്യൂനപക്ഷ തിരോധാനങ്ങളുടെ ഒരു തെളിവായി കഴിഞ്ഞ ദിവസം ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. 2021 ഓഗസ്റ്റ് 19 അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്. അതായത് തെക്കൻ സിന്ധിലെ സുഖൂറിനടുത്തുള്ള സംഗ്രാർ എന്ന് പറയുന്ന അവിടെയുള്ള ജില്ലയിൽ നിന്നും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് പ്രിയാകുമാരി എന്നാണ്. 7 വയസ്സാണ് ആ പെൺകുട്ടിക്കുള്ളത്. ആ പെൺകുട്ടിയെ കാണാതായിട്ട് ഇതുവരെ യാതൊരുവിധ വിവരവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളായിട്ടുള്ള രാജ്കുമാർ പാലും വീണ കുമാരിയും അവിടെയുള്ള ക്ലിഫ്റ്റൺ ഏരിയയിലെ തീൻ തൽവാർ ലാൻഡ്മാർക്കിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായി. ഈ പ്രതിഷേധത്തെ തുടർന്ന് അതിന് ഇന്റർനാഷണൽ, അതായത് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കുകയും വലിയ രീതിയിൽ ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയുള്ള സിന്ധില്, നമുക്കറിയാം സിന്ധിൽ അവിടെ ഹിന്ദു ന്യൂനപക്ഷം കൂടുതലാണ്. അവിടെയുള്ള രാജ്യസഭ നേടിയതിനെ തുടർന്ന് മാത്രം അവിടെയുള്ള ആഭ്യന്തരമന്ത്രി ആ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ തിരോധാനങ്ങൾ, അതും 7 വയസ്സുള്ള കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളൊക്കെയാണ് അവിടെ പലപ്പോഴായിട്ടും കാണാതെ പോകുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണമൊന്നും ഉണ്ടാകാറില്ല. വിജയേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഒരു 7 വയസ്സുകാരി കാണാതാവുന്നതെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ നടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ധനുഷ്, ഇതിനകത്ത് ഒരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞുതരാം. സ്വാഭാവികമായി പാകിസ്ഥാനെ നമ്മൾ പല മാധ്യമങ്ങളും പല ആൾക്കാരും പാകിസ്ഥാനെ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. സന്തോഷ സൂചിക പട്ടികയുടെ പേരിൽ, പട്ടിണി സൂചികയുടെ പേരിൽ റൊട്ടി വാങ്ങാൻ പൈസ ഇല്ലാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എങ്കിൽ ഈ അമേരിക്കൻ ചില NGO-കൾ ചില റിപ്പോർട്ടുകൾ പടച്ചുവിടും. അതിലൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും സിഖുകാരും അനുഭവിക്കുന്ന ഒരൊറ്റ പീഡന വാർത്ത റിപ്പോർട്ട് ചെയ്യത്തില്ല, പറയത്തുമില്ല. ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല, ബംഗ്ലാദേശിലും ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ കണക്ക് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു യഥാർത്ഥ വസ്തുത മനസ്സിലാകുന്നത്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവർക്കും നമുക്കൊക്കെ ഒരുമിച്ചാണ് ലഭിക്കുന്നത്. ആ സമയത്ത് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഉള്ളത് പഞ്ചാബ് പ്രവിശ്യയിലും സിന്ധു പ്രവിശ്യയിലും ഒക്കെ. അപ്പൊ 1947 കണക്ക് പ്രകാരം 23% ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ഈ പാകിസ്ഥാനിൽ. കത്തോലിക്കക്കാരാണ് കൂടുതൽ, കാത്തലിക്സ്, പിന്നുള്ളത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വരുന്ന 20 വിഭാഗം ക്രിസ്ത്യാനികൾ ഉള്ള ഒരു ഇടമാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കള് 20%-ന് മുകളിലുണ്ടാകും. 20% നമുക്ക് കൂട്ടാം, ഉണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ, അതായത് 2017 പിന്നെ ഒരു കണക്ക് വന്നിരിക്കുന്നത്. 2017 വരുമ്പോൾ 23% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി 1.34% ചുരുങ്ങി. ഏതാണ്ട് ഒരു 22% പേരില്ലാതായി അവിടെ. ഹിന്ദുവിന്റെ കണക്കെടുക്കുമ്പോൾ 20% ഉണ്ടായിരുന്ന ഹിന്ദു 2017 കണക്ക് വരുമ്പോഴത്തേക്ക് 2.34% മാറി. ഇനി ഈ പാകിസ്ഥാനിൽ ഒരു 1880 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഹിന്ദുവിന്. ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം തകർത്തിട്ട് ഇപ്പൊ താൽക്കാലിക ഷെഡ് അടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ അവിടെ പ്രാർത്ഥന. ഗുരുദ്വാരകളും അങ്ങനെയാണ്. ഇപ്പൊ ഗുരുദ്വാരകളിൽ വലിയ അറ്റാക്ക് നടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഖാലിസ്ഥാൻ ഭീകര സംഘടനകളെയൊക്കെ ഇപ്പൊ ഈ അവിടുത്തെ ഈ പാകിസ്ഥാനിലെ ടെറർ ഗ്രൂപ്പുകളും പാക് ചാര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പഞ്ചാബ് സിഖുകാരെ ഇപ്പൊ ആക്രമിക്കാതെ. കാരണം സിഖുകാരെ ആക്രമിച്ചാൽ ചിലപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകും. അത് ഉണ്ടാകാതെ ഇരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഏതാ ഈ അവരെ ആക്രമിക്കാതെ മുമ്പോട്ട് പോകുന്നത്. അപ്പോ ഇത് കാലാകാലങ്ങൾ നടന്നു വരുന്നതാണ്. ഇനി ഇന്ത്യയിലേക്ക് നോക്കൂ. 1947 എത്ര ശതമാനം മുസ്ലിം ഇന്ത്യയിലുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര ശതമാനം മുസ്ലിം ഉണ്ട്? 1947 എത്ര ശതമാനം ക്രിസ്ത്യനും ജൈനനും സിഖും ഇന്ത്യയിലുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര ശതമാനം ഉണ്ട്? അവരുടെ ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ ഹിന്ദു ന്യൂനപക്ഷമായി മാറി. 8 സംസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, കാശ്മീര്, ഒപ്പം തന്നെ ലക്ഷദ്വീപ്, സംസ്ഥാനമല്ല എങ്കിൽ കൂടി ലക്ഷദ്വീപ്, ഇവിടങ്ങളിൽ 8 ഇടങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷമായി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നത്. ഈ ന്യൂനപക്ഷ പദവി എന്നുള്ളത് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ന്യൂനപക്ഷ പദവി കൊടുക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം കണക്കെടുത്തുകൊണ്ടാണ്. അത് മാറ്റിക്കൊണ്ട്
ഓരോ സംസ്ഥാനത്തും ആരാണ് ന്യൂനപക്ഷം അവർക്ക് കൊടുക്കൂ എന്ന് പറയും. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഒരു പുതിയ കണക്കെടുപ്പ് വരികയാണെങ്കിൽ അവിടെയും ഹിന്ദു ഒരുപക്ഷെ ന്യൂനപക്ഷമായി മാറിയേക്കാം. ഇനി ആ കണക്ക് വന്നു. പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആകെ 8%. അപ്പോ ഇങ്ങനെ ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോൾ 3%. ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ വേണ്ട 1%-ത്തിലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അപ്പൊ അത് ഹിന്ദു പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ ഈ പാകിസ്ഥാനിലെ കാര്യം നമ്മൾ എല്ലാത്തിലും താരതമ്യം ചെയ്യും. പെട്രോളിന്റെ വില കണ്ടില്ലേ, ഇല്ലെങ്കിൽ സന്തോഷത്തിന് മുൻപിലാണ് സന്തോഷ എല്ലാം. പക്ഷെ ഈ കാര്യം നമ്മൾ മനഃപൂർവ്വം മിണ്ടാതിരിക്കും. ഇനി ബംഗ്ലാദേശിൽ 18% ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കളെ എപ്പോഴും അവരുടെ ഈ ദുർഗാപൂജയ്ക്ക് അടക്കമുള്ള സമയങ്ങളിലെല്ലാം അവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അവിടെ മുൻപോട്ട് പോകുന്നത്. അത് പാകിസ്ഥാന്റെ വേറൊരു പതിപ്പ്. പക്ഷെ അവിടെ ഷെയ്ഖ് ഹസീനെ പോലെ ഇല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ് അത് അവര് അത്യാവശ്യം അതിനെ അടിച്ചൊതുക്കി നിൽക്കുന്നു. അത് മാത്രവുമല്ല, അവർക്ക് നന്നായിട്ട് അറിയാം അവിടെ ഒരു വലിയ കലാപമോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചൈന അവിടെ വലിയ രീതിയിൽ കടന്ന് കയറും. പിന്നെ ആ രാജ്യം ഛിന്ന ഭിന്നമാകുമെന്ന് അവിടെ ഈ അന്ധമായ മതഭ്രാന്തുള്ള ഭരണാധികാരികളല്ല അവിടെ ഉള്ളത്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും അത്തരക്കാരല്ല. കാരണം പാകിസ്ഥാൻ അവരുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമാണ്. പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം എപ്പോഴും ഈ ഭീകര സംഘടനകളുടെ സഹായം അല്ലെങ്കിൽ അവരുടെ മിലിറ്ററിയുടെ സഹായം എല്ലാം മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇതിനെ ഒരു ആചാരമാക്കിയിട്ടാണ് മാറ്റുന്നത്. ഈ ഹിന്ദുക്കളെ കൊല്ലുന്നതും അതുപോലെ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടോ ബലാത്സംഗം ചെയ്യുന്നതൊക്കെ ഒരു ആചാരമാണ്. അതായത് അതിനൊരു പേര് തന്നെ ഇട്ടിട്ടുണ്ട്. എന്താണ്? ബലാത്സംഗം ചെയ്ത് മതം മാറ്റുക എന്ന് പറയുന്ന ഒരു ആചാരം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ പെൺകുട്ടികളെ ക്രിസ്ത്യാനി ഒരു 2 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇതുപോലെ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുക, ബലാത്സംഗം ചെയ്യുക, ദിവസങ്ങളോളം തടവിൽ പാർപ്പിക്കുക, ഇതിനെതിരെ രക്ഷകർത്താക്കൾ പരാതി കൊടുത്താലും മൈൻഡ് ചെയ്യാതിരിക്കുക, പിന്നീട് ഇവരെ 4-ാമത്തെ 5-ാമത്തെ ഭാര്യയാക്കി മാറ്റി കൊച്ചുകുട്ടി. ഇത് ഇനി രസകരമായ കാര്യമുണ്ട്. അവിടുത്തെ ഈ ക്രിസ്ത്യാനികൾ പലരും ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ കുട്ടികൾക്ക് ഈ മുസ്ലിം പേരുകളാണ് നൽകുന്നത്, ക്രിസ്ത്യൻ കുട്ടികൾക്ക്. കാരണം വെച്ചാൽ ഈ കുട്ടികൾ പോകുമ്പോൾ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വേഷം മാറി നടക്കേണ്ട ഒരു ഗതികേടിലാണ് അവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെ. സിഖുകാരും വലിയ രീതിയിൽ ഈ അടുത്ത കാലം വരെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ എന്താ പറയുന്നത്, ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇല്ലെങ്കിൽ ആ നടപടി എടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് അത് തിരിച്ചടിയാകുന്നത്. അതായത് ഈ നമ്മുടെ കഴിവുകേട് മറച്ചു വെക്കാൻ മതത്തെ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ വലിയ ക്രൈസിസ് വരുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ആദ്യം ചെയ്തത് ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കുക ചെയ്യുന്നത്. കാശ്മീർ പിടിച്ചടക്കും, ഇന്ത്യ തകർക്കും, ഇന്ത്യക്കെതിരെ ബോംബിടും എന്നൊരു പ്രസ്താവന. കാരണം വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക. പട്ടിണി കൊണ്ട് നാട്ടം തിരിയുന്ന അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകളായിരുന്നു മുൻകാലങ്ങളിലൊക്കെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ജനം ഇപ്പൊ യുദ്ധം നടക്കുമോ ഇല്ലെങ്കിൽ ഇന്ത്യ തകർക്കുമോ എന്നൊരു ചിന്ത. പിന്നീട് ആ ഒരു പ്രസ്താവനയ്ക്ക് വലിയ വില കൽപ്പിക്കാതായി പാക് ജനത. കാരണം അവർക്ക് മനസ്സിലായി, എടാ ഇത് തങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്, അതായത് കാര്യമൊന്നുമില്ല, തങ്ങളുടെ ശ്രദ്ധ മാറ്റാനാണ്. പിന്നീട് പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇതുപോലുള്ള ഈ മത തീവ്രവാദികൾ, സംഘടന നമുക്ക് പറയാൻ പറ്റില്ല, മത തീവ്രവാദികൾ അവരുടെ സംഘടനകൾ നൽകുന്ന അഴിഞ്ഞാട്ടത്തെ കണ്ടിലും നടിക്കും. കാരണം അവര് ഒരു ഗ്രാമത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഭയന്നാണ് ഒരു വലിയ വിഭാഗം ജനം അവിടെ കഴിയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം. ഇത് നമ്മൾ ഇന്നും ഇന്നലെ കണ്ടതല്ല. ഈ യുദ്ധം ഉണ്ടായ സമയത്ത്, ISIS ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മുമ്പ് വിദേശ രാജ്യങ്ങളൊക്കെ ഈ യസീദിയ പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം മാസങ്ങളോളം പീഡിപ്പിച്ചതും കൊന്നുകളഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഈ ഇസ്രായേലിന് ബന്ദികളാക്കിയവരെ അത്തരത്തിൽ ശ്രമിച്ചത്. അപ്പൊ ഇത് വ്യാപകമായിട്ട് തന്നെ ഉണ്ട്. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഈ വാർത്ത വന്നു എന്നുള്ളി എനിക്ക് തോന്നുന്നു 2021 സംഭവിച്ചതാണെന്ന് തോന്നുന്നു. 2022 ഇതുപോലെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുപോയി, പക്ഷെ ആ പെൺകുട്ടിയെ കൊന്നുകളയായിരുന്നു. അങ്ങനെ വളരെ വ്യാപകമായ രീതിയിലുണ്ട്. ഇത് പട്ടാപ്പകലാണല്ല, രാത്രിയൊന്നുമല്ല, പട്ടാപ്പകൽ ഒരു സംഘം ഇരച്ചെത്തുകയും കുട്ടികളെ തട്ടിക്കൊണ്ടെന്നല്ല പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയമവാഴ്ചയോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യം. ആ രാജ്യത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള ചിലര് നടക്കുന്നത് എന്നുള്ളതാണ് വലിയ വിഷമകരമായ കാര്യം. പൗരത്വ ഭേദഗതി വന്നപ്പോഴും ഈ പറയുന്നവരൊന്നും ഈ കണക്കുകൾ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഈ കണക്കുകൾ ഒറ്റ കണക്ക്, നമ്മുടെ ഗൂഗിൾ ആണല്ലോ ആദ്യാവസാനം നമ്മുടെ ഒരു വിജ്ഞാനത്തിന്റെ അവസാന വാക്ക്. ആ ഗൂഗിളിൽ ഒന്ന് പരതിയാൽ മതി. 1947 ഹിന്ദു പോപ്പുലേഷൻ എന്തായിരുന്നു പാകിസ്ഥാൻ, ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്തായിരുന്നു, ഇന്ന് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും ഒരു വിഭാഗം, ഒരു മതവിഭാഗം അല്ലെങ്കിൽ ജാതി വിഭാഗം ആവിയായിട്ട് ഒരിക്കലും പോയില്ല. ആവിയായിട്ട് പോകാൻ പറ്റില്ല, മനുഷ്യനാണല്ലോ. എന്തുകൊണ്ടാണ് അതിനോട് ചേർന്ന് പാകിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന ഇന്ത്യയിൽ ഈ പറയുന്ന ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം, മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും സിഖ് ആയാലും ജൈനനായാലും പാഴ്സി ആയാലും ഒന്നും ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് വലിയ മെജോറിറ്റി ആയിട്ട് ആ വിഭാഗങ്ങൾ മാറിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗവും മാറിയിട്ടുണ്ട്, മുസ്ലിം വിഭാഗവും മാറിയിട്ടുണ്ട്. എന്നിട്ട് അതാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്.
ഇത് ബംഗ്ലാദേശിലുമുണ്ട്. ബംഗ്ലാദേശിലും വലിയ രീതിയിൽ തന്നെ ഹിന്ദുക്കൾക്കിടയിൽ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതെ അതെ പക്ഷെ ഇതിന് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇനി അവശേഷിക്കുന്നത് ഈ പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത് 2% പോലും ഇല്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് 2017-ലാണ്. ഇപ്പോഴത്തേക്ക് പിന്നെയും കഴിഞ്ഞിരിക്കുന്നു ഒരു 9 വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 9 അല്ല, ഒരു 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് രക്ഷപ്പെടാൻ ആകെ അവരുടെ മുമ്പിലുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. ക്രിസ്ത്യാനിക്കും ജൈനനും സിഖുകാരനും ഹിന്ദുവിനും പാകിസ്ഥാനിൽ നിന്ന് പോയാൽ അവന് ഈ ലോകത്ത് വേറെങ്ങും നിൽക്കാനില്ല. അവന് വരാനുള്ള ഒരു ഇടം ഈ മണ്ണ് മാത്രമാണ്. അതും കൂടെ നമ്മൾ ആലോചിക്കണം. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നത്, പൗരത്വ ഭേദഗതി നിയമം? അതായത് ഇതര രാജ്യങ്ങളിൽ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ കൊടിയ പീഡനങ്ങളാണ് ഇവര് ഏറ്റുവാങ്ങുന്നത് അവിടെ താമസിക്കുന്നവര്. അല്ലാതെ അവര് എന്നിട്ടും അവർ ആ പാകിസ്ഥാനിൽ ജീവിക്കുന്നുണ്ടെന്നാണ്. ഈ ക്ഷേത്രം തകർത്തിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ പിടിച്ചു നിൽക്കുന്ന അവരുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏത് നിമിഷവും പെൺകുട്ടികള് തട്ടിക്കൊണ്ടുപോകപ്പെടാം, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊന്നുകളയുന്നു, മതം മാറ്റുന്നു, ഇതെല്ലാം നടക്കുമ്പോഴും അവരവിടെ നിൽക്കുന്ന അവരെ നമുക്ക് വലിയൊരു ഇതാണ്, ഒരു റിസ്കിലാണ്, ഒരു റിസ്ക് ആയിട്ടൊരു ലൈഫാണ് അവരുടെ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും നാളെ ഇന്ത്യയിലേക്ക് വരണമെന്ന് വെച്ചാൽ അവർക്ക് വരാൻ ഇന്ത്യയേ ഉള്ളൂ. ബാക്കി എന്താണ്? അപ്പൊ അതിനെതിരെ പറയുന്ന സമരം ചെയ്യുന്ന യാതൊരു അർത്ഥവുമില്ല. പിന്നെ രാഷ്ട്രീയക്കാർ മമതാ ബാനർജിയൊക്കെയാണ് ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കും. കാര്യം എന്ന് വെച്ചാൽ മമതാ ബാനർജി ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യകൾക്ക് പ്രത്യേകിച്ച് ഇടവൊന്നും ഇല്ലല്ലോ ഈ ഭൂമിയിൽ, അവർക്കെന്ന് പറയാൻ രാജ്യവും ഇല്ല. അപ്പൊ അവരെ വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ട് പശ്ചിമ ബംഗാളിന്റെ 6 ജില്ലകൾ, അതിർത്തിയുമായി പങ്കെടുത്ത 6 ജില്ലകൾ അവർ മെജോറിറ്റിയാണ്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് 6. അത് മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കാണ്. അവിടുത്തെ സീറ്റുകളെല്ലാം മമതാ ബാനർജിക്കാണ്. അപ്പൊ അവര് എന്തുകൊണ്ടൊന്നും വ്യാജ ID കാർഡും മറ്റും ഉണ്ടാക്കി വെച്ചു. അപ്പൊ അവർക്കാണ് ഭയം, ഈ പൗരത്വ ഭേദഗതി വന്നാൽ, പൗരത്വം കൊടുത്തു തുടങ്ങിയാൽ ഇവര് പുറത്തു പോകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. മമതാ ബാനർജി ഇന്നലെയും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ കലാപം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ബംഗ്ലാദേശികൾക്ക് ഞാൻ അഭയം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനയാണ്. അല്ല, അതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞില്ലേ, ഞങ്ങൾ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, അതെ പ്രത്യേക കോൺസുലേറ്റും, അതൊക്കെ സ്വാഭാവികമായിട്ട് പറയാനുള്ള കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ചന്ദ്രനിൽ ഞങ്ങളൊരു കോൺസുലേറ്റ് തുറക്കുമെന്ന് കേരളത്തിനും പറയാം, ബംഗാളിനും പറയാം. അതിലൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. അത് നമ്മൾ പറയാം, സ്റ്റേറ്റ്മെന്റ് അല്ലേ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നടക്കുന്ന ഒരു കാര്യമല്ല, ഭരണഘടന അനുസരിച്ച് നടക്കുന്ന കാര്യമല്ല. അത് വേണമെങ്കിൽ ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിനും നമ്മുടെ രാജ്യത്തിന്റെ അനുമതി വേണം. കാരണം ഈ പശ്ചിമ ബംഗാളിന്റെ ഒരു വലിയ വിഭാഗം ആളുകൾ, പശ്ചിമ ബംഗാളും ഈ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും ഈ വ്യാപാര ബന്ധങ്ങൾ നടത്തുക, പ്രത്യേകിച്ച് ഈ കാലി വളർത്തലാണ് മെയിനായിട്ട് നടക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിൽ നിന്ന് കാലിക്കച്ചവടം, ഈ എന്താ പറയുക, കന്നുകാലി കച്ചവടമാണ് കൂടുതലും നടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കാലികളെ അങ്ങോട്ട് മേയ്ക്കാൻ കൊണ്ടോ അവിടുന്ന് കാലികളെ കൊണ്ടുപോയി ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ അവിടെ അങ്ങനെ കലാപത്തിൽ പെട്ടവരുണ്ടെങ്കിൽ, കാരണം ഈ അവിടെ കിടക്കുന്ന ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം പേരും ഈ ബംഗാളി ബ്രാഹ്മൺസ് ആണ്. ബംഗാളി ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ശതമാനമല്ല. പശ്ചിമ ബംഗാളിലെ ഈ CPM-ന്റെയും തൃണമൂലിന്റെ ഒക്കെ സ്ട്രോങ് വോട്ട് ബാങ്കാണ്. അപ്പം അങ്ങനെയുള്ളവരെ വേണമെങ്കിൽ ഇവർക്ക് പോയി കാണാൻ കഴിയും. പ്രത്യേക പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോയി കാണാൻ കഴിയും. പക്ഷെ മമതാ ബാനർജി അതിന് ശ്രമിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താ അങ്ങനെ ദുരന്ത ഭൂമിയിൽ കാണാൻ വേണ്ടി അവർക്ക് ശ്രമിക്കാം, റിക്വസ്റ്റ് വേണേ കൊടുക്കാം. നമ്മുടെ ഇവിടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോകാൻ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് അവർക്ക് അതിന് റൈറ്റ് ഉണ്ട്. മീൻസ് അങ്ങനെ ഒരു ഇത് കൊടുക്കാനായിട്ട്. കാരണം ഇപ്പം മമതാ ബാനർജി ഇപ്പൊ ഈ ആക്രമണം നടക്കുന്ന ബംഗ്ലാദേശിൽ പോയിട്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. ഇതിപ്പോ നമ്മുടെ രാജ്യം പെർമിഷൻ കൊടുത്താൽ മാത്രം പോരല്ലോ, അവരോട് കൊടുക്കണ്ടേ. എനിക്കൊരു സംശയം കൊണ്ട് ചോദിക്കുക, ഈ പാകിസ്ഥാനിൽ കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണങ്ങൾ നേരിടാൻ ഇല്ലേ? കാരണം നമ്മുടെ രാജ്യം വിഭജിച്ചു പോകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഉടമ്പടി വെച്ചിട്ടാണ് നമ്മുടെയുള്ള രാജ്യത്ത് അവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോഴും നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ളവർ പറയുന്നത് അവര് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് അഭയം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. 2003 മൻമോഹൻ സിംഗ് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ, അതായത് അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നാൽ അവർക്ക് അഭയം കൊടുക്കണമെന്ന്. പക്ഷെ നരേന്ദ്രമോദി നിയമം കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാം അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഈ പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളൊന്നും നടപ്പിലാക്കാത്തത്? അല്ല, അവിടെ 2 തരം നിയമമാണ്. അത് ഇന്ത്യയിലും ഉണ്ട് ആ നിയമം. പക്ഷെ ഇന്ത്യയിൽ അത് ശക്തിയില്ലെന്നേ ഉള്ളൂ. അതായത് ഈ മുസ്ലിം മതവിഭാഗം ശരിയാ നിയമം ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ പാകിസ്ഥാനിലെ ഈ മതനിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ നിയമം. അതായത് നമ്മുടെ കണക്കുള്ള ഒരു ഇന്ത്യൻ പീനൽ കോഡും സിസ്റ്റം, അങ്ങനെ ഒരു പീനൽ കോഡും ക്രിമിനൽ ലോയും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ മതനിയമങ്ങളെ ഇതായിട്ട്.
പക്ഷെ ഇപ്പോൾ അവിടെ പിന്നെ പൂർണ്ണമായിട്ട് ഈ ഭീകര സംഘടനകൾ പിടിമുറുക്കുന്നതോടുകൂടി അവരുടെ ഒരു നിയമം അങ്ങ് അടിച്ചേൽക്കുക. ഇന്ത്യയിൽ പോലും അത്തരം നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. മുത്തലാഖ് ആയാലും അതൊക്കെ ഈ മോദിയുടെ കാലത്താണ് നിരോധിച്ചത്. മുത്തലാഖ് ആയാലും വിവാഹമോചനത്തിന്റെ കാര്യത്തിലായാലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഇപ്പോഴും ആ നിയമം ഇവിടെ ഉണ്ട് പാരലായിട്ട്. അതായത് നമുക്ക് നല്ല ശക്തമായ ഒരു നിയമം ഭരണഘടന ഉള്ളപ്പോഴത് പാരലായിട്ട്. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് വലിയ രീതിയിലുള്ള പ്രചാരം ലഭിക്കുന്നു. ഏക സിവിൽ കോഡ് വരണമെന്ന് പറയുന്നത് നടപ്പാക്കുമെന്ന് BJP പറയുന്നതൊക്കെ. ഇപ്പം മുത്തലാഖ് എടുത്ത് കളഞ്ഞതോടുകൂടി ആ ഒരു നിയമം അത് കഴിഞ്ഞ ദിവസം അത് കോടതി BJPയുടെ ഒരു നേതാവ് പറയുകയുണ്ടായി. ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ശരിയ നിയമമല്ല വേണ്ടത്, ഇവിടെ ഒരു നിയമമുണ്ട്, അത് മതി, എല്ലാവരും അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. കാരണം വെച്ചാൽ ഇവിടെയും പാരലായിട്ട് ആ നിയമം അവരുടെ ഉള്ളിൽ നടപ്പാക്കിയെടുക്കുന്നുണ്ട്. അത് പൊതുവെ ഉള്ളൊരു നിയമം ആ നിയമത്തിനുള്ളിൽ നടപ്പാക്കിയെടുക്കുന്നത്. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. ഇത് വലിയ രസകരമായ കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഓരോ പ്രവിശ്യകളുണ്ട്. ഓരോ പ്രവിശ്യകളിലുള്ള അവിടുത്തെ ശക്തമായ ഭീകര സംഘടന അവരുടെ നിയമങ്ങൾ കൂടി ഇതിനകത്ത് അടിച്ചേൽപ്പിക്കുന്നു. ഈ എപ്പോഴും ഈ മത നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു നിയമമില്ല. സത്യത്തിൽ എല്ലാ മതങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നിയമങ്ങൾ കുത്തിത്തിരികെ കയറ്റി ഇവരുടേതായ ഇഷ്ടത്തിന് ചില വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലാതെ അവനെ ശിക്ഷിക്കപ്പെടും ദൈവം എന്ന് പറയുമ്പോൾ ഈ ആളുകൾ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് ശിക്ഷിക്കാനായിട്ട്. പാകിസ്ഥാനിൽ നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വലിയ ദയനീയമായ കാഴ്ചയുണ്ട്. അവിടെ ഒരു പിന്നെ മോഡലാണ് ഒരു പെൺകുട്ടി. അവൾ റോഡിൽ കൂടെ പോയപ്പോഴത്തേനും മോശമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞ് 100 കണക്കിന് പേര് വന്നിട്ട് ഇവിടെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് കീറുന്ന വീഡിയോ ആണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതിനും ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും ഇത് മതനിയമത്തിൽ പറയുന്നുണ്ടെന്ന് പറയും. വേണമെങ്കിൽ ഇവര് പറയും, അതിനെ വ്യാഖ്യാനിക്കും. ശിക്ഷ എന്ന് പറയുമ്പോൾ ഇവരാണ് ശിക്ഷ നടപ്പാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അപ്പൊ ഇവര് ദൈവമാണോ? അല്ലല്ലോ. ഇങ്ങനെ അത് എല്ലാ മതത്തിലും ആ മതത്തിന്റെ നല്ല വശങ്ങൾ കാണാതെ അതിനകത്ത് പറയുന്ന ചില പോയിന്റുകൾ പിടിച്ചുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്തൊരു വിഭാഗം എല്ലായിടും ഉണ്ട്. അങ്ങനെ മിസ്യൂസ് ചെയ്ത് വരുന്ന വിഭാഗമാണ് ഈ ഭീകരർ. ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷപ്പെടാൻ ഇപ്പോഴും ഏറ്റവും നല്ല കവചം മതമാണ്. അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടത്. കാരണം കേരളത്തിൽ ഒരു വിവാദം ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മലയാളി തിരയുന്നത് അവന്റെ ജാതി മതവും. എന്നിട്ട് ആ ജാതിയെ പിടിച്ചോണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ഒരു ചലച്ചിത്ര ഒരു വേദിയിൽ വെച്ചിട്ട് ആസിഫ് അലിയുടെ മറ്റേ ആ ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തിന്റെ ആ ഒരു വിവാദം വന്നപ്പോൾ അന്ന് ഗൂഗിളിൽ കയറി മലയാളി തപ്പിയത് ഈ നാരായണന്റെ ജാതി എന്താണെന്നുള്ളത്. അപ്പം വലിയ രീതിയിൽ ഈ ആസിഫ് അലിക്ക് അനുകൂലമായിട്ട് ആ രീതിയിലുള്ള ക്യാമ്പയിൻ തുടങ്ങിയപ്പം അധികം വൈകാതെ വന്നത് ഇയാള് ഇന്ന ജാതി ആയതുകൊണ്ടാണോ നിങ്ങൾ ഇയാളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ഇല്ല ജാതിയുടെ കവചം എടുത്ത് അണിയുക എന്നുള്ളതാണ്. ഇനി ബലാത്സംഗത്തിനും കൂടെ പാകിസ്ഥാനിൽ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ബലാത്സംഗം ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, അത് മതത്തിന്റെ കവചം അവിടെ ഉണ്ട്. ബലാത്സംഗം ചെയ്ത് മതം മാറ്റുക എന്നാണ് ആ ഒരു ആചാര രീതിയായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ കൂടെ അത് വരാനുള്ളൂ. ബലാത്സംഗം ചെയ്യുന്ന ഒരു ആചാരമാണ്, അത് ഇന്ന ജാതിക്കാരും മതക്കാരും തമ്മിലെ നടക്കാവൂ എന്ന് പറയുന്നു. അപ്പം എല്ലാത്തിലും ജാതിയും മതവും തെരഞ്ഞു പോവുക. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്, ഇന്ന ജാതിയാണ് എന്നുള്ളത് കൊണ്ട്. തെറ്റ് തന്നെയാണ് ആര് ചെയ്താലും. ഈ പെൺകുട്ടി പ്രിയാകുമാരി 7 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ മാതാപിതാക്കളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യാന്തര ശ്രദ്ധയൊക്കെ നേടിയിട്ടുണ്ട്. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ വിചേട്ടാ? നീതി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം പാകിസ്ഥാനിലൊന്നും ഇനി അതിന്റെ പൊടി പോലും ഒന്നും തപ്പിയെടുക്കാനുണ്ടാകത്തില്ല. കുട്ടി എവിടെയായിരിക്കും ഇപ്പോ? ഞാൻ പറഞ്ഞു, ഈ തട്ടിക്കൊണ്ടുവന്ന് അങ്ങനെയും സാധ്യതകൾ ഇല്ലാതില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇവർ തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളായ മിക്കവാറും ഒക്കെ ഈ തട്ടിക്കൊണ്ട് പോകുന്നവന്റെ 4മത്തെ 5മത്തെ ഭാര്യയായിരിക്കും. അതിനുശേഷം ഈ പെൺകുട്ടിയെ കൊണ്ട് വിൽക്കുക ചെയ്യുന്നത്. പിന്നീട് അടുത്ത ഈ അടിമ വ്യാപാരം കണക്ക് ഇതിനെ വില പറഞ്ഞ് അടുത്ത പൈസ ഉള്ളവന് കൊടുക്കുക. ചിലപ്പോ അവന്റെ 8മത്തെ 9മത്തെ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളതിനകത്ത് ഒരാളായിട്ട് മാറും. പിന്നീട് അയാൾ കുറെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന പോലെയാണ് ഈ രീതി പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള മതമാറ്റം നടക്കുന്നുണ്ട്. ബലാത്സംഗം പ്രണയം ആകുക, പ്രണയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സെക്ഷൽ റിലേഷനിലേക്ക് പോവുക, അതിൽ കുട്ടികളും മറ്റും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റാതെ മതം മാറിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കും. അതിനാണ് ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വരുന്നത്. ടെക്നിക്കലി ആ വേർഡ് നമ്മുടെ ഭരണഘടനയിലോ പിന്നൽ കോഡിലോ ഇല്ല, ലവ് ജിഹാദ് എന്നത്. അപ്പൊ അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പലപ്പോഴും നടക്കാറുണ്ട്. പ്രേമിച്ച് വിവാഹം കഴിക്കണം, മതം മാറണമെന്ന് യാതൊരു നിയമവും ഇല്ല, അല്ലെ? ഈ രണ്ട് ശരീരങ്ങളും രണ്ട് മനസ്സും തമ്മിലാണ് ചേരുന്നത്. അതിനകത്ത് മതത്തിന് വലിയ ചാൻസ് ഒന്നുമില്ല. ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഇത് ഈ പാകിസ്ഥാനിൽ അങ്ങനെ നിയമവാഴ്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട്
അതിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല. കാരണം ഈ വിവാദം ഒന്നും പാകിസ്ഥാനെ സംബന്ധിച്ച് എഫക്ട് ചെയ്യില്ല. കാരണം അവർ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് വിദേശത്ത് നിന്നുള്ള നമ്മുടെ ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സഹായം പോലും ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അത് പോകുന്നത്. അതായത് അമേരിക്കയുടെയൊക്കെ ഈ ഗ്രേ പട്ടികയിൽപ്പെടുന്നതാണ്. അതായത് ബ്ലാക്കിന് തൊട്ട് മുമ്പുള്ള പട്ടിക. ബ്ലാക്കിലേക്ക് എത്താൻ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ ഗ്രേയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് ഉള്ള ഭീകരന്മാരെയൊക്കെ ഒളിപ്പിച്ചും പാത്തും വെച്ചും ഇവിടെ അവരില്ല എന്ന് പറഞ്ഞ് ഒക്കെ തടിതപ്പാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തുന്നതിനിടയിലാണ് അവരെ സംബന്ധിച്ച് ഒരു ചെറിയ കേസായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച്. പക്ഷെ നേരെ മറിച്ച് ഇത് ഇന്ത്യയിലായിരുന്നെങ്കിൽ വലിയൊരു വിഷയമായി മാറിയത്. നമുക്ക് കത്വ കേസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ അതൊക്കെ വലിയ വിവാദമൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അന്വേഷണത്തിന് വിദഗ്ധരായ സംഘമുണ്ട്. ഇതൊന്നും പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളത് ആണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ നമ്മൾ പറയത്തില്ല, എപ്പോഴും നമുക്കൊരു പ്രതീക്ഷകൾ വേണം. അതുകൊണ്ട് നമ്മൾ ആ കുട്ടി തിരിച്ചു വരും, ഇല്ലെങ്കിൽ ആ കുട്ടി ജീവനോടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ റിയാലിറ്റി അല്ല, നമ്മളുടെ ഒരു പ്രതീക്ഷ മാത്രം. ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വേട്ട തുടരുകയാണ്, ദുരൂഹമായ തിരോധാനങ്ങൾ തുടരുകയാണ്. അത്തരത്തിലൊരു തിരോധാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പ്രിയാകുമാരി വെറും 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് 2021 ഓഗസ്റ്റിൽ തെക്കൻ സിന്ധ് പ്രവിശ്യയിൽ നിന്നും. ഇതുവരെ ആ പെൺകുട്ടിയെ കണ്ടുകിട്ടാനായി സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഹൃദയവേദനയോടുകൂടി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധം രാജ്യാന്തര ശ്രദ്ധ നേടി. പക്ഷെ എന്നിരുന്നാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് ബിജുചേട്ടനും പറയുന്നത്. ആ പെൺകുട്ടി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജുചേട്ടൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.